സിമിലർ മെട്രിസസ്, ട്രയാങ്കുലറൈസേഷൻ ആൻഡ് ഡയഗണലൈസേഷൻ. ഈ ടോപ്പിക്കിൽ നിന്നുള്ള ഏതാനും പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിനകത്ത് ഏതൊക്കെ മെട്രിക്സുകളാണ് ഡയഗണലൈസബിൾ ആണ് എന്നാണ് ചോദ്യം. പെട്ടെന്ന് നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 2 ഇതൊരു ഡയഗണൽ മെട്രിക്, ഒരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഐഗൺ വാല്യൂസ് നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാം. 1, 2 ആണ്. അത് ഡിസ്റ്റിങ്ക്റ്റ് ഐഗൺ വാല്യൂസ് ആണ്. ഡിസ്റ്റിങ്ക്റ്റ് ഐഗൺ വാല്യൂസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ഡയഗണലൈസബിൾ ആയിരിക്കും. അപ്പോൾ 2 ശരിയാണെന്ന് നമുക്ക് പറയാം. ഇനിയിപ്പോൾ ബാക്കി എല്ലാത്തിനും കൂടെ നമുക്ക് വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ 4 എടുക്കുകയാണെങ്കിലും ഇതൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് 1ഉം 1ഉം ആണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ഐഗൺ വാല്യൂ ആണ്. വേണമെങ്കിൽ ഡയഗണലൈസബിൾ ആവാം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് A-1i എന്ന് പറയുന്ന മെട്രിക്സിന്റെ നള്ളിറ്റി അല്ലെങ്കിൽ അതിന്റെ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി നോക്കിയാൽ മതി. അല്ലെ, ഇവിടെ 1ന്റെ ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് 2 ആണ്. അതിന്റെ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എത്രയാണെന്ന് നോക്കാം. 0, 1, 0, 0 ആണ് A-i. ഇതിന്റെ റാങ്ക് എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ നള്ളിറ്റി എന്ന് പറയുന്നത് 1 ആയിരിക്കും. നമ്പർ ഓഫ് കോളംസ് -1 അല്ലെ, അത് 1 ആയിരിക്കും. അപ്പോൾ അതാണ് ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയാം. സോ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 1 എന്ന് പറയുന്നത് 2 ആണ്. ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി 2 ആണ്, ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് ഇത് ഡയഗണലൈസബിൾ അല്ല. ഇനിയിപ്പോൾ ഇങ്ങനെ ആലോചിക്കണമെന്നും ഇല്ല. ഈ മെട്രിക്സിന്റെ A-i കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു നിൽ പൊട്ടന്റ് മെട്രിക്സിന്റെ ടൈപ്പിലുള്ള ഒരു മെട്രിക്സ് ആണ്. 0, 1, 0, 0 അല്ലെ. ഈ ഒരു സ്ട്രക്ചറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉറപ്പായിട്ടും പറയാം നിൽ പൊട്ടന്റ് മെട്രിക്സിലൊന്നും ഡയഗണലൈസബിൾ അല്ല. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്കത് പറയാൻ പറ്റും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡയഗണലൈസബിൾ അല്ല എന്ന് പറയാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3ലേക്ക് നോക്കിയാൽ പെട്ടെന്ന് നമുക്കൊന്നും പറയാനില്ല. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. x² - 0 x പ്ലസ് ഡിറ്റർമിനന്റ്. ഡിറ്റർമിനന്റ് ഇവിടെ 1 ആണ്. അപ്പോൾ x² + 1 ആണ്. ഐഗൺ വാല്യൂസ് ± i എന്ന് കിട്ടും. കോംപ്ലക്സ് ആയതുകൊണ്ട് ഒരുപക്ഷെ ഈ പ്രോബ്ലത്തിൽ ഉദ്ദേശിക്കുന്നത് ഡയഗണലൈസബിൾ ഓവർ R എന്നായിരിക്കാം. അപ്പോൾ ഇത് ഐഗൺ വാല്യൂസ് കോംപ്ലക്സ് ആയതുകൊണ്ട് ഓവർ R ഡയഗണലൈസബിൾ അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോഴും അതൊരു അസംഷന് പുറത്താണ് കേട്ടോ. ഓക്കെ, അടുത്തത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റിനകത്തും നമുക്ക് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ തന്നെ എഴുതി നോക്കേണ്ടി വരും. x² - 3x + 1 എന്ന് കിട്ടും അല്ലേ. ഇതിപ്പോൾ സോൾവ് ചെയ്ത് നോക്കേണ്ടി വരും. നമുക്ക് ശരിക്കും ഇത് ഡയഗണലൈസബിൾ ആണോ അല്ലയോ എന്ന് അറിയാൻ ഒരു കാര്യം ചെയ്താൽ മതി. ഇതിന്റെ ഡിസ്റ്റിങ്ക്റ്റ് ഐഗൺ വാല്യൂ ആണെന്ന് നോക്കിയാൽ മതി അല്ലേ. അതിന് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ വെറുതെ b² - 4ac മാത്രം നോക്കിയാൽ മതിയോ. അപ്പോൾ നമുക്ക് 9 - 4 5 എന്ന് കിട്ടും. ആൻഡ് ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന റിയൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള രണ്ട് വാല്യൂ ആകട്ടെ അല്ലേ. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഡിസ്റ്റിങ്ക്റ്റ് ഐഗൺ വാല്യൂ കിട്ടും. എന്തായാലും രണ്ടെണ്ണം കിട്ടും. രണ്ട് റിയൽ വാല്യൂ ആയിരിക്കും, അത് ഡിസ്റ്റിങ്ക്റ്റും ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എന്തായിരിക്കും, ഡയഗണലൈസബിൾ ആയിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതും ഡയഗണലൈസബിൾ ആണ്. ഇനിയിപ്പോൾ എന്തുകൊണ്ടാണ് രണ്ട് ഓപ്ഷൻ ശരിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ക്വസ്റ്റ്യൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. ഓക്കെ, എനിവേ ആൻസർ 1ഉം 2ഉം ശരിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എം എന്ന് പറഞ്ഞൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. എമ്മിനെ കുറിച്ചും m² ഡയഗണലൈസബിലിറ്റിയാണ് ചോദിച്ചിരിക്കുക. അപ്പോൾ ഐഗൺ വാല്യൂ ഓഫ് എം എന്ന് പറയുന്നത് 1, 2, 5 ആണ്. ഐഗൺ വാല്യൂ ഓഫ് m² എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് അറിയാമെങ്കിൽ അതിന്റെ സ്ക്വയറിന്റെ ഐഗൺ വാല്യൂസിന്റെ സ്ക്വയർ തന്നെ ആയിരിക്കും. അപ്പോൾ 1², 2², 5² ഇത് മൂന്നായിരിക്കും അതിന്റെ ഐഗൺ വാല്യൂസ്. അപ്പോൾ ഇത് ഡിസ്റ്റിങ്ക്റ്റ് ആണ്. എമ്മിന്റെ ഐഗൺ വാല്യൂസും ഡിസ്റ്റിങ്ക്റ്റ് ആണ്, m² ഐഗൺ വാല്യൂസും ഡിസ്റ്റിങ്ക്റ്റ് ആണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും പറഞ്ഞാൽ രണ്ടും ഡയഗണലൈസബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓപ്ഷനും സെക്കൻഡ് ഓപ്ഷനും തെറ്റാണ്. രണ്ടും ഡയഗണലൈസബിൾ ആണ് എന്നുള്ള മൂന്നാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു 7/7 മെട്രിക്സ് ഹാവിങ് ഓൾ ദ എൻട്രീസ് ടു 1. ഈ പ്രോബ്ലം ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ എം എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് നമ്മൾ എടുക്കുകയാണ്, എല്ലാ എലമെന്റും 1കളാണ്. ഇങ്ങനെയുള്ള മെട്രിക്സുകളുടെ പ്രത്യേകത എന്താണ്, മെട്രിക്സ് ഓഫ് 1, അതൊക്കെ ഒന്ന് ചെയ്തു തന്നെ നോക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, ഇതിന്റെ ഒരു പ്രത്യേകത ഇതാണ്, ഇത് എന്ത് തരം മെട്രിക്സ് ആണെന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഐഡംപൊട്ടന്റ്, നിൽപൊട്ടന്റ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം m² എടുക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ m² എന്ന് വെച്ചാൽ ഇതുപോലെ ഒരു മെട്രിക്സിനെ നമ്മൾ അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1, 1, 1 എല്ലാം
വണ്ണുകളാണ്, സ്ക്വയർ മാട്രിക്സ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഫസ്റ്റ് റോ കോളം മൾട്ടിപ്ലൈ എന്ന് വിചാരിക്കുക, റോ ടൈംസ് കോളം. അപ്പോൾ 1 ടൈംസ് 1 പ്ലസ് 1 ടൈംസ് 1 പ്ലസ് എക്സെട്രാ പ്ലസ് 1 ടൈംസ് 1 എന്ന് കിട്ടും. അങ്ങനെ എത്ര വണ്ണുകൾ അല്ലേ? 7 വണ്ണുകളാണ് ഉള്ളത്. അപ്പോൾ എല്ലാം നമുക്ക് അതുപോലെ 7 7 എക്സെട്രാ 7 ഏത് ചെയ്താലും ഇതേ ഓപ്പറേഷൻസ് നമ്മൾ ചെയ്യാം. അപ്പോൾ 7 7 എക്സെട്രാ 7 എന്ന് കിട്ടും. ചുരുക്കി പറഞ്ഞാൽ ഇത് 7 ടൈംസ് എം ആയിരിക്കും അല്ലേ? വേറെ തരത്തിൽ പറഞ്ഞാൽ എം സ്ക്വയർ മൈനസ് 7m ഈക്വൽ ടു 0 എന്ന് എഴുതാം. വേറൊരു തരത്തിൽ പറഞ്ഞാൽ എം മൈനസ് 7 ടൈംസ് എം ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇതൊരു പ്രൊഡക്റ്റ് ഓഫ് ലീനിയർ പോളിനോമിയൽസ് ആണ്. ശരിയാണല്ലോ? പ്രൊഡക്റ്റ് ഓഫ് ലീനിയർ പോളിനോമിയൽസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മിനിമൽ പോളിനോമിയൽ എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 7 ആയിരിക്കും. ഓക്കെ. ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ, ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്തായിരിക്കും? ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്താ വെച്ചാൽ ഇത് ശരിക്കും ഒരു റാങ്ക് 1 മെട്രിക്സ് ആണ് അല്ലേ? എല്ലാം 1 അല്ലേ? ഇപ്പൊ റാങ്ക് 1 മെട്രിക്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് റോ മാത്രമേ ശരിക്കും വരുള്ളൂ, ബാക്കിയെല്ലാം 0 ആണെന്ന് അതിനർത്ഥം. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു നോൺ സീറോ ഐഗൺ വാല്യൂ എക്സ് മൈനസ് 7ഉം ബാക്കി 6 എണ്ണവും 0 ആയിരിക്കും. അപ്പൊ എക്സ് റേസ് ടു 6 എന്ന് കിട്ടും. എക്സ് റേസ് ടു 6 ഇൻറ്റു എക്സ് മൈനസ് 7 ആയിരിക്കും ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. ഈ രീതിയിൽ നമുക്ക് ഇതിനെ പറയാൻ പറ്റും. എന്തായാലും മിനിമൽ പോളിനോമിയൽ പ്രൊഡക്റ്റ് ഓഫ് ലീനിയർ ഫാക്ടേഴ്സ് ആയതുകൊണ്ട് ഇത് ഡയഗണലൈസബിൾ ആയിരിക്കും. ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. എക്സ് ഇൻറ്റു എക്സ് മൈനസ് 7 ആണ് ഇതിന്റെ മിനിമൽ പോളിനോമിയൽ. അതുകൊണ്ട് അത് ഡയഗണലൈസബിൾ ആണ്. ഐഡംപൊട്ടന്റ് അല്ല, കാരണം എം സ്ക്വയർ ഈക്വൽ ടു എം അല്ല, എം സ്ക്വയർ ഈക്വൽ ടു 7m ആണ്. അപ്പൊ ഐഡംപൊട്ടന്റ് അല്ല, നിൽ പൊട്ടന്റും അല്ല. അത് ഇനിയിപ്പോൾ എത്ര പവർ എടുത്താലും നമുക്ക് എമ്മിൽ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ നിൽ പൊട്ടന്റും അല്ല. മിനിമൽ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ സെയിം ആണോ? അതുമല്ല. അപ്പൊ ഈ ക്വസ്റ്റ്യനകത്തും എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലെ? തിയററ്റിക്കലി ഇത് നാലും ശരിയല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. റീസൺസ് മനസ്സിലായല്ലോ അല്ലെ? അപ്പൊ മെട്രിക്സ് ഓഫ് വൺസിനെ കുറിച്ചിട്ട് നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് നല്ലതാണ്. അതിന്റെ ഐഗൺ വാല്യൂസ് എങ്ങനെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. ഒരു മെട്രിക്സ് ഉണ്ട്, അതിന്റെ ഓർഡർ മിനിമം 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു പോളിനോമിയൽ എഴുതിയാൽ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 6 എന്ന് കിട്ടും. ഇത് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. എക്സ് മൈനസ് 3 അല്ലെ, എക്സ് മൈനസ് 3 ടൈംസ് എക്സ് പ്ലസ് 2 എന്ന് നമുക്ക് ഇതിനെ എഴുതാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6 ആഡ് ചെയ്യുമ്പോൾ -1 ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതിപ്പോ ഓർഡർ എത്ര ആയിക്കോട്ടെ, അപ്പൊ മിനിമം ഓർഡർ 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് ലീനിയർ ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ അതിന്റെ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് 3യും -2 ആയിരിക്കും. ഇത് ശരിക്കും ഇത് പ്രൊഡക്റ്റ് ഓഫ് ലീനിയർ ഫാക്ടേഴ്സ് ആണ്. ഇതിനെ നമുക്ക് മിനിമൽ പോളിനോമിയൽ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ മിനിമൽ പോളിനോമിയൽ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് ലീനിയർ ഫാക്ടേഴ്സ് ആണ്. അതുകൊണ്ട് ഇത് ഡയഗണലൈസബിൾ ആണ് അല്ലെ? ഇത് ഡയഗണലൈസബിൾ ആണ്. ഐഗൺ വാല്യൂസ് 3യും -2 ആണ്. പക്ഷെ ഇത് എത്രയോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം, നമുക്ക് അറിഞ്ഞുകൂടാ അല്ലെ? അതിന്റെ ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി നമുക്കൊരു ചോദ്യമാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചിലപ്പോ n എന്ന് പറയുന്നത് 4 ആണെന്ന് വിചാരിക്കാം. n എന്ന് പറയുന്നത് 4 ആണെങ്കിൽ നമ്മുടെ പോസിബിലിറ്റീസിനെ കുറിച്ച് മാത്രം നമുക്കൊന്ന് ആലോചിക്കാം. നിങ്ങൾക്ക് അത് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്. n 4 ആണെങ്കിൽ ചിലപ്പോ ഇത് 3 3 3 -2 ആവാം. ഒരു പോസിബിലിറ്റി ഇങ്ങനെ വരാം. വേറെ ഒരു പോസിബിലിറ്റി 3 2 പ്രാവശ്യം വരാം, -2 2 പ്രാവശ്യം വരാം. വേറൊരു പോസിബിലിറ്റി 3 ഒരു പ്രാവശ്യം വരാം, -2 3 പ്രാവശ്യം വരാം അല്ലെ? ഇത്രയും പോസിബിലിറ്റീസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ഇത് വരാം അല്ലെ? എങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് 3യും -2 മാത്രമല്ലേ ഐഗൺ വാല്യൂസ് ആയിട്ട് വരുള്ളൂ. അത് അതേ വരുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡിറ്റർമിനന്റ് കിട്ടും. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു എന്തായിരിക്കും? ഒരു ഇന്റിജർ ആയിരിക്കും എന്ന് നമുക്ക് പറയുന്നത് തെറ്റില്ല. മൂന്നാമത്തെ ശരിയാണ്. സിമ്പിൾ ആണ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഐഗൺ വാല്യൂസ്. സിമ്പിൾ എന്ന് വെച്ചാൽ ഓരോന്നേ ഉള്ളൂ എന്നാ പറയാം. മിനിമം 3 ഉണ്ട്. നമ്മുടെ കയ്യിൽ 3യും -2 മാത്രം വെച്ചിട്ട് ഐഗൺ വാല്യൂ ഉണ്ടാക്കുക. അപ്പൊ എന്തായാലും ഒരെണ്ണമെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ സിമ്പിൾ അല്ല എന്ന് പറയേണ്ടി വരും. പ്രൊഡക്റ്റ് ഓഫ് ലീനിയർ ഫാക്ടേഴ്സ് ആണ്. ഇപ്പൊ ഡയഗണലൈസബിൾ ആണ്. ഡയഗണലൈസബിൾ അല്ല എന്ന് പറഞ്ഞ ഓപ്ഷൻ തെറ്റാണ്. നൺ ഓഫ് ദ എബോവും തെറ്റാണ്. ഇവിടുത്തെ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. വീണ്ടും ഒരു 3x3 മെട്രിക്സ് തന്നിട്ടുണ്ട്. ഡയഗണലൈസബിൾ ആണോ എന്നുള്ളതാണ് ചോദ്യം അല്ലേ?
അപ്പോൾ ഐഗൺ വാല്യൂസ് ഒന്ന് കണ്ടുപിടിച്ചാൽ കുറച്ച് എളുപ്പമുണ്ടാവും. 2 0 0 0 0 1 0 -1 0. ഇതിന്റെ ഓപ്ഷൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത്, ഒന്ന് ഡയഗണലൈസബിൾ ഓവർ ക്യൂ, ആർ, ആർ ഓഫ് ഐ, ഇങ്ങനെയുള്ളത് ചോദിച്ചിരിക്കുക. അപ്പൊ അത് തീരുമാനിക്കുന്നത് നമ്മുടെ ഐഗൺ വാല്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ. ഐഗൺ വാല്യൂ ഇപ്പൊ കോംപ്ലക്സ് ആണെങ്കിൽ ആർ ഓഫ് ഐയെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് ഡയഗണലൈസബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എക്സാക്ട്ലി നമ്മൾ എന്ത് തന്നെ ചെയ്യുക, ഐഗൺ വാല്യൂസ് കണ്ടുപിടിച്ച് തന്നെ ചെയ്യുക. അല്ലാതെ വേറൊന്നും നമുക്കൊരു സൊല്യൂഷൻ ഇല്ല. അപ്പൊ ഇതൊരു ഒരു ബ്ലോക്ക് മെട്രിക്സ് ആയിട്ട് നമുക്ക് തിരിക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് ഒന്ന് 2 ആയിരിക്കും. ഇത് 0 0 -1 1. ഇതൊരു സ്റ്റാൻഡേർഡ് മെട്രിക്സ് ആണ്. 0 1 -1 0 എന്ന് പറയുന്നത് നമുക്കറിയാം ശരിക്കും എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് വരിക. സോ എക്സ് ഈക്വൽ ടു അല്ലെ, എക്സ് പ്ലസ് ഐ ഇൻറ്റു എക്സ് മൈനസ് ഐ എന്ന് നമുക്ക് തന്നെ ഫാക്ടറൈസ് ചെയ്യാം. ഐഗൺ വാല്യൂ ഐയും മൈനസ് ഐയും ആയിരിക്കും. അപ്പൊ 2i മൈനസ് ഐ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. അത് കിട്ടിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് പറയാം ദിസ് ഇസ് ഡയഗണലൈസബിൾ ഓവർ ആർ ഓഫ് ഐ ബട്ട് നോട്ട് ഓവർ ആർ. ബാക്കിയെല്ലാം തെറ്റായിരിക്കും. ചെക്ക് ഇഫ് ദിസ് മെട്രിക്സ് ഇസ് ഡയഗണലൈസബിൾ. ഇത് ഡയഗണലൈസബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇതും ബ്ലോക്ക് മെട്രിക്സ് ആയിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ആണ്. അപ്പോൾ ഫസ്റ്റിലത്തെ ഇപ്പൊ ഇതിനെ ഞാൻ എ എന്ന് വിളിച്ചു, ഇതിനെ ഞാൻ ബി എന്ന് വിളിച്ചു, ഇതിനെ സി എന്ന് വിളിച്ചു എന്ന് വിചാരിക്കാം അല്ലേ. അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ നിന്ന് നമ്മളിപ്പോൾ എ എന്ന് പറയുന്ന ഒരു പോർഷൻ മാത്രം എടുത്താൽ അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്ന് പറയുന്നത് എക്സ് മൈനസ് ടു ദ ഹോൾ സ്ക്വയർ ആയിരിക്കും അല്ലെ. എക്സ് മൈനസ് ടു മാത്രം എടുത്താൽ 0 കിട്ടില്ല. എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് മൈനസ് ടു ആണ് ആദ്യത്തെ ആംഗിൾ. രണ്ടാമത്തെ പാർട്ട് ബി ആണ്. അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വേറെ പ്രത്യക്ഷത്തിലൊന്നും ചെയ്യാനില്ല, ഒരു 2/2 മെട്രിക്സ് എന്നേ ഉള്ളൂ. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ 9x പ്ലസ് ഐ 4 20 6 പോയ 14 കിട്ടും. അപ്പൊ ഇതിനെ നമുക്ക് വേണമെങ്കിൽ എക്സ് മൈനസ് 7 ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് എഴുതാം. ഇതാണ് ബിയുടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. ഇനി സിയുടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എക്സ് മൈനസ് 7 ആണ് അല്ലെ. എക്സ് മൈനസ് 7 ആണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ മിനിമൽ പോളിനോമിയൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ഓരോന്നിന്റെയും എയുടെ മിനിമൽ ഇത് തന്നെ ആയിരിക്കും. എയുടെ മിനിമൽ പോളിനോമിയൽ എന്ന് പറയുന്നത് ബിയുടെ മിനിമൽ പോളിനോമിയൽ പ്രൊഡക്റ്റ് ഓഫ് ലീനിയർ ഫാക്ടേഴ്സ് ആയതുകൊണ്ട് ഇത് തന്നെ ആയിരിക്കും. ഇതിന്റെ മിനിമൽ പോളിനോമിയലും ഇത് തന്നെയാണ്. ഇതിന്റെ മിനിമൽ പോളിനോമിയലും ഇത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആക്ച്വലി തന്നിരിക്കുന്ന മെട്രിക്സിന്റെ, ഞാൻ ഈ മെട്രിക്സിനെ പി എന്ന് വിളിച്ചാൽ പിയുടെ മിനിമൽ പോളിനോമിയൽ എന്ന് പറയുന്നത് LCM ഓഫ് ഓരോന്നിന്റെയും മിനിമൽ പോളിനോമിയൽ എടുത്താൽ മതിയാവും അല്ലെ. അപ്പോൾ നമുക്ക് വേണ്ട എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ഉണ്ട്, ഇവിടെ എക്സ് മൈനസ് 7 ഇൻറ്റു എക്സ് മൈനസ് 2 ഉണ്ട്, ഇവിടെ എക്സ് മൈനസ് 7 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയറും വരും ആൻഡ് എക്സ് മൈനസ് 7 വരും അല്ലെ. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. എന്തായാലും ഈ എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ എന്തായാലും അവിടെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം നമുക്ക് കിട്ടും. ഇതാണ് ഇതിന്റെ LCM എന്ന് പറയുന്നത്, എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ. ഇത് ഹോൾ സ്ക്വയർ വന്നേക്കുന്നതുകൊണ്ട് ഇത് പ്രൊഡക്റ്റ് ഓഫ് ലീനിയർ ഫാക്ടേഴ്സ് അല്ല. പ്രൊഡക്റ്റ് ഓഫ് ലീനിയർ ഫാക്ടേഴ്സ് അല്ലാത്തതുകൊണ്ട് ഇത് ശരിക്കും ഇതിന്റെ ആൻസർ നമുക്ക് ഇങ്ങനെ ചെയ്യാം, നോട്ട് ഡയഗണലൈസബിൾ നമുക്ക് പറയാം. ഒരു വലിയ മെട്രിക്സിനെ ബ്ലോക്ക് മെട്രിക്സ് ആയിട്ട് തിരിച്ചിട്ട് ഓരോന്നിന്റെയും മിനിമൽ പോളിനോമിയൽ കണ്ടിട്ട് ആ മെട്രിക്സിന്റെ മിനിമൽ പോളിനോമിയൽ കണ്ട് അത് പ്രൊഡക്റ്റ് ഓഫ് ലീനിയർ ഫാക്ടേഴ്സ് അല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താന്ന് പറയാണ്, ആ മെട്രിക്സ് ഡയഗണലൈസബിൾ അല്ല എന്ന് പറയാണ്. അപ്പൊ ഈ പ്രവർത്തനത്തിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 7. രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട്, എയും ബിയും. ഇത്രയും പ്രോബ്ലം ചെയ്തതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും, ഡയറക്റ്റ് നമുക്ക് പറയാൻ പറ്റും എ എന്ന് പറയുന്നത് നോട്ട് ഡയഗണലൈസബിൾ ആണ്, ബി എന്ന് പറയുന്നത് ഡയഗണലൈസബിൾ ആണ്. അതിന്റെ റീസൺസ് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. ഇവിടെ 1 റിപ്പീറ്റഡ് ആണ്. എ മൈനസ് ഐ എന്ന് പറയുന്നതിന്റെ നള്ളിറ്റി ആക്ച്വലി 1 ആണ്.
ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി 2 ഇതിന്റെ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി 1 ആണ്. ഓക്കെ, അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ബി ഈസ് ഡയഗണലൈസബിൾ ബട്ട് എ ഈസ് നോട്ട് എന്നുള്ളതാണ്. അപ്പോൾ തേർഡ് തെറ്റാണ്, രണ്ടും ഡയഗണലൈസബിൾ അല്ല. എ ആൻഡ് ബി ഹാവ് ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻസ് ബട്ട് ദ സെയിം മിനിമൽ പോളിനോമിയൽ. അങ്ങനെയല്ല, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ രണ്ടും എക്സ് മൈനസ് വൺ ഹോൾ സ്ക്വയർ ആണ്. ശരിക്കും സെയിം ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനും കിട്ടും, പക്ഷെ മിനിമൽ പോളിനോമിയൽ ഡിഫറെന്റ് ആയിരിക്കും. അതാണ് അതിന്റെ ക്രൈറ്റീരിയ. അപ്പൊ ഇതും തെറ്റാണ്. അടുത്ത ഒരു മെട്രിക്സിന്റെ മിനിമൽ പോളിനോമിയൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വീണ്ടും നമുക്ക് ഇതിനെ ഒരു ബ്ലോക്ക് മെട്രിക്സ് ആയിട്ട് തിരിക്കാൻ പറ്റുമോ നോക്കുക. ഇതൊരെണ്ണം, ഇതൊരെണ്ണം, അല്ലെ? കറക്റ്റ് ആണ്. അപ്പോൾ ഏറ്റവും മുകളിലുള്ളതിന്റെ മിനിമൽ പോളിനോമിയൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏറ്റവും മുകളിലുള്ളതിന്റെ എക്സ് മൈനസ് വൺ ഹോൾ സ്ക്വയർ ആണ് മിനിമൽ പോളിനോമിയൽ. രണ്ടാമത്തേത് എക്സ് മൈനസ് ടു ഹോൾ സ്ക്വയർ ആണ് മിനിമൽ പോളിനോമിയൽ. മൂന്നാമത്തേത് എക്സ് മൈനസ് ടു ആണ്. അപ്പൊ ഇതിന്റെ എൽ സി എം എടുക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും ആക്ച്വൽ മെട്രിക്സിന്റെ മിനിമൽ പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ എൽ സി എം എന്ന് പറയുന്നത് എക്സ് മൈനസ് വൺ ഹോൾ സ്ക്വയറും ഉണ്ട്, എക്സ് മൈനസ് ടു ഹോൾ സ്ക്വയറും ഉണ്ട്, അല്ലെ? എക്സ് മൈനസ് വൺ ഹോൾ സ്ക്വയർ ഉണ്ട്, എക്സ് മൈനസ് ടു ഹോൾ സ്ക്വയർ വരുന്ന സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും ശരി, ബാക്കിയെല്ലാം തെറ്റായിരിക്കും. For which of the following values of A and B the matrix is diagonalizable? ഒരു അപ്പർ ട്രയാങ്കിൾ മാട്രിക്സ് ആണല്ലേ, ഇത് ഏത് ഡയഗണലൈസബിൾ ആണെന്നുള്ളതാണ് ചോദ്യം. ശരിക്കും ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇത് നമ്മൾ വീണ്ടും ഇങ്ങനെ ഒന്ന് ഫാക്ടറൈസ് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാം. ഇവിടെ ഇത് ഡയഗണലൈസബിൾ ആണെങ്കിൽ ബി സീറോ ആയേ മതിയാവും. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഒരു നോൺ ഡയഗണലൈസബിൾ ഫോമിന്റെ ഫോർമാറ്റ് ആണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത്. എ എ ഇവിടെ ഒരു എലമെന്റും വന്നു കഴിഞ്ഞാൽ നമ്മളതിപ്പോൾ ഓൾറെഡി കുറെ പ്രോബ്ലത്തിൽ കണ്ടു, അല്ലേ? കാരണം ഇതിന്റെ മിനിമൽ പോളിനോമിയൽ എടുക്കാൻ പോയാൽ എക്സ് മൈനസ് ചെയ്ത ഹോൾ സ്ക്വയറേ വരുള്ളൂ. ഈ ബി പ്രശ്നക്കാരനാണ്. ബി സീറോ ആയാൽ മാത്രമേ ഇത് ഡയഗണലൈസബിൾ ആവുള്ളൂ, അല്ലെങ്കിൽ ഇത് ഡയഗണലൈസബിൾ ആവില്ല. അപ്പം ബി സീറോ ആവുന്ന ഓപ്ഷൻ പിന്നെ ഏതാണെന്ന് നോക്കിയാൽ മതി. ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ എയും ബിയും സീറോ ആകുമ്പോൾ ആക്ച്വലി വിൽ ഗെറ്റ് സീറോ മെട്രിക്സ്. വേറെ ഏത് കൊടുത്താലും ഇത് ഡയഗണലൈസബിൾ ആവില്ല. അത് വേണമെങ്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഓരോ വാല്യൂസ് ഇട്ട് തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ക്വസ്റ്റ് നമ്പർ 10. എ ബി എ മെട്രിക്സ് സിമിലർ ടു എ സ്ക്വയർ മെട്രിക്സ്. അതായത് എയും ബിയും രണ്ട് സിമിലർ മെട്രിക്സസ് ആണ്. ഏതാണ് തെറ്റെന്നാണ് ചോദിച്ചിരിക്കുക. സിമിലർ മെട്രിക്സസ് നമ്മൾ അതിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞത് ഇതിന്റെ ഡിറ്റർമിനന്റ് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊരു ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്, അതുകൊണ്ട് ഓപ്ഷൻ തെറ്റാണ്. ട്രേസ് സെയിം ആയിരിക്കും, ശരിയായ ഓപ്ഷൻ ആണ്. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, അതുകൊണ്ട് ഓപ്ഷൻ തെറ്റാണ്. രണ്ടും ഐഗൺ വാല്യൂസ് സെയിം ആയിരിക്കും. അപ്പോൾ ഒരെണ്ണം നോൺ സിംഗുലർ ആണ്, തീർച്ചയായിട്ടും അടുത്തത് എന്തായിരിക്കും? നോൺ സിംഗിൾ ആയിരിക്കും. അപ്പോൾ ഈ ഫേസ് നോൺ സിംഗിൾ ദെൻ സോ ഈസ് ബി. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, ഓപ്ഷൻ തെറ്റാണ്. അപ്പോൾ ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ കറക്റ്റ് ആൻസർ നമ്മൾ ഏത് മാർക്ക് ചെയ്യാം? ഇത് ധൈര്യമായിട്ട് മാർക്ക് ചെയ്യും. ഇഫ് എ ഈസ് സെൽഫ് അഡ്ജോയിന്റ് ദെൻ സോ ഈസ് ബി, അല്ലേ? അപ്പോൾ അതാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഇതിനകത്ത്. ഇപ്പോൾ അഡ്ജോയിന്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു എയും അതിന്റെ കോൺജുഗേറ്റ് ട്രാൻസ്പോസും ഈക്വൽ ആകുമ്പോഴാണ് എ നമ്മൾ അഡ്ജോയിന്റ് ആണ് എന്ന് നമ്മൾ പറയാം, അല്ലേ? അപ്പോൾ എ അഡ്ജോയിന്റ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അതുപോലെ എ ഈസ് സിമിലർ ടു ബി ആണെന്ന് നമുക്കറിയാം. അപ്പോൾ പി ഇൻവേഴ്സ് ബി പി ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ പി ഇൻവേഴ്സ് എ പി ഈക്വൽ ടു ബി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇത് രണ്ടും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് ബി സ്റ്റാർ എടുക്കുമ്പോൾ ബി കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ചോദ്യം. അതായത് പി ഇൻവേഴ്സ് എ പി സ്റ്റാർ എടുക്കുമ്പോൾ ആക്ച്വലി നമുക്ക് കിട്ടുന്നത് പി സ്റ്റാർ എ സ്റ്റാർ പി ഇൻവേഴ്സ് സ്റ്റാർ എന്നുള്ളതാണ്. പി സ്റ്റാർ നമുക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ, എ സ്റ്റാർ എ ആണെന്ന് തന്നിട്ടുണ്ട്, പി ഇൻവേഴ്സ് സ്റ്റാറും എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇത് ഈക്വൽ ടു ബി ആണോ എന്ന് നമുക്ക് പറയാൻ അറിഞ്ഞുകൂടാ. അവിടെ കൊണ്ട് നിൽക്കും. ഇത് ഈക്വൽ ടു ബി ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ഇൻഫർമേഷൻസ് ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എ സെൽഫ് അഡ്ജോയിന്റ് ആണ് എന്നുകൊണ്ട് ബി സെൽഫ് അഡ്ജോയിന്റ് ആവണമെന്നില്ല. അതുകൊണ്ട് അതാണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ.
അടുത്തത് എസും ടിയും രണ്ട് ഡയഗണലൈസബിൾ ഓപ്പറേറ്റർ ആണ്. എന്ന് വെച്ചാൽ രണ്ട് ഡയഗണലൈസബിൾ ആയിട്ടുള്ള രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചിരിക്കുക. ഡയഗണലൈസബിൾ ആയിട്ടുള്ള രണ്ട് മെട്രിക്സ് സിമിലറും കൂടിയാണ് അല്ലെ. സിമിലർ ആണെങ്കിൽ സെയിം ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആയിരിക്കും അല്ലെ. എസ് ആൻഡ് ടി ഹാവ് സെയിം ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. ശരിയാണ്. ഓക്കെ. ഐഗൺ വാല്യൂസ് സെയിം ആയിരിക്കും. അതാണ് എന്റെ കണ്ടീഷൻ. ഐഗൺ വാല്യൂസ് സെയിം ആയിരിക്കും. അപ്പൊ ഈ ഓപ്ഷൻ തെറ്റാണ്. ഇവിടെ കോഞ്ചുഗേറ്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഐഗൺ വെക്ടേഴ്സ് കോഞ്ചുഗേറ്റ് ആണോന്നോ സെയിം ആണോ എന്നുള്ള തീയറി ഒന്നും ഒരിടത്തും പറയുന്നില്ല. ട്രയാങ്കുലബിൾ ആവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ. ട്രയാങ്കുലബിൾ ആവണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ 2 ആണ്. എസ് ആൻഡ് ടി ഹാവ് സെയിം ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. അടുത്തത് ഒരു നിൽപോട്ടൻ മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ നിൽപോട്ടൻ എന്ന് പറഞ്ഞാൽ n ടു ദി പവർ r ഈക്വൽ ടു എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 0 കിട്ടണം. അപ്പൊ അതിന് മൾട്ടിപ്ലൈ ചെയ്ത് ഏതോ ഒരു പവർ എടുക്കുമ്പോൾ നമുക്ക് 0 കിട്ടും. അപ്പൊ ഇതിൽ നമുക്ക് നമ്മുടെ ഇംപ്ലിക്കേഷൻ ഉണ്ട്. ഇതിന്റെ ഐഗൺ വാല്യൂ ആര് മാത്രമായിരിക്കും? 0 മാത്രമായിരിക്കും. അങ്ങനെയാണെങ്കിൽ i മൈനസ് എന്നിന്റെ ഐഗൺ വാല്യൂ എന്തായിരിക്കും? ഐയുടെ ഐഗൺ വാല്യൂ 1 ആണ്. എന്നിന്റെ ഐഗൺ വാല്യൂ 0 ആണ്. ഇതൊരു പോളിനോമിയൽ ഫോമിലാണ്. അപ്പൊ ഡയറക്റ്റ് നമുക്ക് ഐഗൺ വാല്യൂസിന് അതേ ഫോമിൽ തന്നെ എഴുതാം. 1 മൈനസ് 0. ഐ മൈനസ് എന്നിന്റെ എല്ലാ ഐഗൺ വാല്യൂവും എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ അത് ഇൻവെർട്ടിബിൾ അല്ലേ? കാരണം ഡിറ്റർമിനന്റ് 0 അല്ലേ. പ്രൊഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ് ഓൾവേസ് യു വിൽ ഗെറ്റ് 1. അപ്പൊ അതുകൊണ്ട് അത് ഇൻവെർട്ടിബിൾ ആയിരിക്കും എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഐഗൺ വാല്യൂസ് ഓഫ് n ആർ നോൺ സീറോ. അല്ല, n നിൽപോട്ടൻ മെട്രിക്സ് ആയതുകൊണ്ട് എല്ലാ ഐഗൺ വാല്യൂം 0 ആയിരിക്കും. n is diagonalizable. അല്ല, നിൽപോട്ടൻ മെട്രിക്സസ് ആർ നോട്ട് ഡയഗണലൈസബിൾ. ഐഗൺ വെക്ടേഴ്സ് ആർ ഓർത്തോഗണൽ. നിർബന്ധമില്ല. സിമെട്രിക് മെട്രിക്സ് ഒക്കെ വരുമ്പോൾ മാത്രമാണ് ഇത് ഓർത്തോഗണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് പലതരത്തിലുള്ള ഡയഗണലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ്. ഇതിൽ കൂടുതൽ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് തന്നെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് തന്നെ പഠിക്കാം. ഓക്കെ, താങ്ക് യു.